Sion Medical College Hospital, Adur, Pathanamthitta. എൻ്റെ പേര് രാധിക രവി. എൻ്റെ വീട് അടൂർ പഴകുളം. എനിക്ക് ഫിഗസ് വൾഗാരിയസ് എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ടു. അതിന് ഞാൻ ാണ് പോയത്. അത് 2022 ജനുവരി തുടങ്ങിയതാണ്. അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. 2 മാസം അവിടെ അഡ്മിറ്റായി. എനിക്കാണെങ്കിൽ ഡ്രസ്സ് പോലും ദേഹത്തിടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സ്കിന്ന് മൊത്തം ദേഹത്തുനിന്ന് പോയി. അങ്ങനെ വാഴയിലയിലാണ് എന്നെ അവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അവിടെ 2 മാസം അഡ്മിറ്റായി. എല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എല്ലാം മാറി വീട്ടിൽ വന്നു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുണ്ടായി. പിന്നെ അവിടെ ചെന്ന് തന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. 1 മാസം വീണ്ടും അഡ്മിറ്റായി. ആ ട്രീറ്റ്മെൻറ്റിലെല്ലാം കുറഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു. ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ ഇതുണ്ടായപ്പോൾ നമ്മുടെ അടൂർ ആ ഡോക്ടറെ സജഷനിൽ എന്നോട് പറഞ്ഞു, ഇത് ഇങ്ങനെ വർഷം തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഇഞ്ചക്ഷനുണ്ട്, ഇച്ചിരി കോസ്റ്റ്ലിയാണെന്ന് പറഞ്ഞു. അത് ഇവിടെ ഇല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു തന്നെ എടുത്താണ് ഈ ചായലോട് മെഡിക്കൽ കോളേജ്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ECHSൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് ഇഞ്ചക്ഷന് നല്ല കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് ഞങ്ങളിവിടെ ECHSലായതുകൊണ്ട് ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ അനിൽ സാറുണ്ട്. സാറാണ് ഈ മെഡിസിൻ്റെ കാര്യത്തിന് വേണ്ടി എല്ലാം ഞങ്ങളെ കൂടുതൽ സഹായിച്ചു. അതെല്ലാം മെഡിസിനെല്ലാം സാറ് തന്നെ എല്ലാം ശരിയാക്കി തന്ന്. അങ്ങനെ 4 ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം ക്ലിയറായി. ഡോക്ടർ അപ്പോൾ ഇവിടുത്തെ സദീവ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ നല്ല ഡോക്ടറാണ്. ആ ഡോക്ടറിൻ്റെ ഇതിലാണ് ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു. ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും നല്ല സഹായമായിരുന്നു, നല്ല ഹെൽപ്പായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ്. ഇതുവരെ എനിക്കൊരു കുഴപ്പവുമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നത് ഞങ്ങൾക്ക് ഒരു ചെക്കപ്പ് ഉണ്ട്, അതിന് വന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. മെഡിസിൻ എല്ലാം നിർത്തി. ഞാൻ വെച്ച് ശരിക്കും മെഡിസിൻ കഴിച്ച് എന്നെ കണ്ടാൽ ഞാനാണെന്ന് പോലും തോന്നത്തില്ല. ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പഴയ ഞാനാണോ ഇതെന്ന് ഇപ്പം തോന്നുന്നു. എല്ലാവർക്കും അതിശയമായി. എൻ്റെ ജീവൻ രണ്ടാമത് കിട്ടി. അത്രയേ ഉള്ളൂ. ഒരു വലിയ ആശ്വാസമായി ഇവിടെ വന്ന്. ഞാൻ ഡോക്ടർ സദീപ്, നമ്മുടെ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സ്കിൻ ആൻഡ് വീഡി വിഭാഗം പ്രൊഫസർ ആൻഡ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള രോഗമാണ്. സാധാരണഗതിയിൽ നമ്മളത് കാണാറില്ല. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന രോഗമാണ്. സാധാരണ നമ്മൾ പ്രതിരോധ ശക്തി മറ്റ് അസുഖങ്ങൾ വരാതെ പ്രതിരോധിക്കുകയുള്ളൂ. ഇതൊരു ആക്രമണ സ്വഭാവമായിരിക്കും. ആക്രമണ സ്വഭാവം വരുമ്പോൾ ശരീരത്തിൻ്റെ സെല്ലുകളെ തന്നെ അത് നശിപ്പിച്ച് കളയും. ഇപ്പം നിങ്ങൾ കാണുന്ന പിക്ചർ പെംഫിഗസ് എന്ന ഒരു രോഗമാണ്. അപൂർവമായിട്ടേ അത് ഉണ്ടാകാറുള്ളൂ. ഉണ്ടായി കഴിയുമ്പോൾ ചികിത്സ കൊടുത്തില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒരു ഉദാഹരണം പറയാം. നമ്മൾ 2 പേപ്പറുകൾ ഒട്ടിക്കാനായിട്ട് ചില പശ ഉപയോഗിച്ച് പേപ്പർ ഒട്ടിച്ച് വെക്കും. ആ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ അത് പിന്നെ ഇളകിപ്പോവില്ല. പക്ഷേ ആ പശ ഇളകിപ്പോയാൽ എന്താ സംഭവിക്കുക? പേപ്പർ അതേമാതിരി തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും പുറത്തെ തൊലി പല സെല്ലുകൾ അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് വേറൊന്നിൽ ഇതേമാതിരി പശമാതിരിയുള്ള സിമെൻറ്റിങ് സബ്സ്റ്റൻസ് എന്നാണ് അതിൻ്റെ പേര്. അതിന് ഞങ്ങളുടെ സയൻറ്റിഫിക് ടെർമിനോളജിയിൽ ഡെസ്മോഗ്ലിൻ പ്രോട്ടീൻ എന്ന് പറയും. ആ പ്രോട്ടീൻ കൊണ്ട് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ ഒട്ടിപ്പിളകിപ്പോയ സെല്ലുകൾ അങ്ങ് ഇളകിപ്പോവും. അപ്പോൾ ഈ ഒരു പ്രത്യേക അസുഖത്തിൽ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഈ സെല്ലുകളെ ശത്രുവായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കരുതും. എന്നിട്ട് അതിനെ നശിപ്പിക്കുക. അങ്ങനെ നശിപ്പിച്ച് വരുമ്പോഴത്തേക്ക് സെല്ലുകളുടെ ഒട്ടിപ്പിളകി അങ്ങ് പോവും. അതാണ് നിങ്ങളാ കാണുന്ന വെള്ളം കെട്ടി നിൽക്കുന്നത്. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ശരീരത്തിൽ നിന്നുള്ള ഈർപ്പവും പ്രോട്ടീനും അയണും എല്ലാം നഷ്ടപ്പെട്ട് ശരീരം കംപ്ലീറ്റ് പൊള്ളിയടന്ന രീതിയിലാവും. അത് പിന്നെ മരണം സംഭവിക്കുന്നത് മിക്കവാറും ജലാംശം നഷ്ടപ്പെടുന്നു, പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു, അയൺ നഷ്ടപ്പെടുന്നു. വെള്ളം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തന്നെ മരണം സംഭവിക്കും. പിന്നെ എല്ലാ രീതിയിലുള്ള അണുബാധകളും ഉണ്ടാവും. പക്ഷേ
ഇത് കാലങ്ങൾക്ക് മുമ്പേ തന്നെ കണ്ടുപിടിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. നമുക്കതിപ്പോൾ പല രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. 10-35 കൊല്ലം മുമ്പ് അത് മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു, വേറെ മാർഗമില്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ സിസ്റ്റമിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഉള്ള ഒരു കെമിക്കൽസ് വേർതിരിച്ചെടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ അത് വരുമ്പോൾ എന്താ സംബന്ധിച്ച് ഈ പ്രതിരോധ ശക്തിയെ ഒന്ന് അടക്കി നിർത്തും. പക്ഷേ ആ മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുക്കെ നമ്മൾ ആ മരുന്ന് കഴിക്കണം. പക്ഷേ ജീവിതകാലം മുഴുക്കെ നമ്മൾ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ശരീരത്തിൻ്റെ വണ്ണം കൂടുക, ഷുഗർ ഉണ്ടാകുക, പ്രഷർ ഉണ്ടാകുക, അസ്ഥിദ്രാവം സംഭവിക്കുക, മാനസിക അസ്വസ്ഥത സംഭവിക്കുക, എല്ലാ ഇൻഫെക്ഷൻ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചിലവ് കുറവായിരുന്നു. പിന്നെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് വേറെ രീതിയിൽ, അതായത് ഈ മരുന്ന് തന്നെ മാസത്തിൽ ഒരിക്കൽ വെച്ച് നമ്മൾ കൊടുക്കും. മാസത്തിൽ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പ്രതിരോധ ശക്തി ക്യാൻസറിൻ്റെ ചില മരുന്നുകൾ നമ്മൾ കൊടുത്തു തുടങ്ങി. അപ്പോൾ അത് മറ്റേത് നമ്മൾ ആ ജീവിതകാലം മുഴുക്കെ കഴിക്കേണ്ട ആയി മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെപ്പാടെ ഒരു 5 കൊല്ലത്തെ ചികിത്സ. പക്ഷേ ഈ 5 കൊല്ലത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 കൊല്ലവും ഓരോ മാസവും കൃത്യം 28ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു 5 ദിവസം ഈ മരുന്ന് കുത്തിവയ്പ്പ് നടക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഈ മാസം 5 ദിവസം ഇവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ മരുന്നിൻ്റെനേക്കാൾ ചിലവ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിപ്പുറം നമ്മൾ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശക്തിയെ കൺട്രോൾ ചെയ്യുന്ന ചില ഘടകങ്ങൾ വേർതിരിച്ചെടുത്ത്, അതായത് റിട്ടുക്സിമാബ് എന്ന് പറയുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മുടെ സെല്ലിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത് ഈ അലർജി ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന സെല്ലുകളെ അത് പാകപ്പെടുത്തി അനാവശ്യമായ അതിൻ്റെ ആക്രമണ രീതി നശിപ്പിക്കുന്ന അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ജീവിതകാലം, പിന്നെ 5 കൊല്ലം, ഇപ്പോഴത്തെ 4 ആഴ്ച. പക്ഷേ അപ്പോൾ അതിന് കൊടുക്കേണ്ട വില കുറച്ച് കൂടുതലാണ്. ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ആകപ്പാടെ ഒരു വയൽ, അതായത് ഒരു ഇഞ്ചക്ഷൻ ആംബ്യൂളിന് 50,000 രൂപയായിരുന്നു. അപ്പോൾ ഒരു മാസ ചികിത്സ ആകുമ്പോൾ 2 ലക്ഷം രൂപ മാറി കിട്ടും. പിന്നെ സർക്കാരിൻ്റെ ഒരു അനുഭാവമായ പരിഗണന, അതായത് അത് ക്യാൻസറിന് വേണ്ടി കൊടുക്കുന്ന മരുന്നാണ്. ഞങ്ങൾ കാല് പിടിച്ച് അത് ഇതിനു കൂടെ സംഘടിപ്പിച്ചെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം 11,000 രൂപയോളം താന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ജീവിതകാലം മുഴുക്കുള്ള ചികിത്സയായി 5 കൊല്ലമായി, ഇപ്പോൾ 4 ആഴ്ചയായി, ആയി 1 മാസം. അപ്പോൾ ഈ 1 മാസം ഇവർ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്ത എല്ലാ പ്രാഥമിക ഇൻവെസ്റ്റിഗേഷനും ചെയ്തതിന് ശേഷം അത് നമ്മൾ ഡയഗ്നോസ് കൺഫേം ചെയ്താൽ ആദ്യത്തെ ആഴ്ച നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കും. അത് വളരെ കൺട്രോൾഡായിട്ടാണ്. ഓരോ മണിക്കൂർ ഇത്ര തുള്ളി ഇത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു 2 ആഴ്ച ചികിത്സിക്കുമ്പോൾ പേഷ്യൻറ്റിന് മിക്കവാറും അതൃപ്തി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു എഫക്റ്റും കാണാതെ വരും. പക്ഷേ അപ്പം നമ്മൾ അവരോട് സമാധാനം വയ്ക്കും. 3ാമത്തെ ആഴ്ചയെങ്കിൽ നിങ്ങൾ വെയിറ്റ്, 3ാമത്തെ ആഴ്ചയാകുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ഒരു പ്രാവശ്യം കുറഞ്ഞു, 4ാമത്തെ ആഴ്ചയാകുമ്പം ഒന്നും കാണില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ ആദ്യം വന്നപ്പോൾ ആ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ആ ചികിത്സയ്ക്ക് ശേഷം ഉള്ള ഫോട്ടോ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 99.99% ആൾക്കാരും പൂർണ്ണമായിട്ട് അതിനകത്തുനിന്ന് മുക്തി നേടും. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും. നമ്മുടെ ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ജീവൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ വില ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു 40,000 രൂപയ്ക്കകത്ത്. പിന്നെ ഹോസ്പിറ്റൽ ചാർജ് വേറെ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ റിസർച്ച് അനുസരിച്ച് ലൈഫ് ലോങ് കൊടുക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യത്തെ മാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 12ാമത്തെ മാസം, പിന്നെ 12ാമത്തെ മാസം 2 ഡോസേ കൊടുക്കുകയുള്ളൂ. ആദ്യത്തെ മാസം 4 ഡോസും
12ാമത്തെ മാസം 2 ഡോസും 18ാമത്തെ മാസം 4 ഡോസ് 24ാമത്തെ മാസം 2 ഡോസ് വെച്ച് ജീവിതകാലം മുഴുക്കെ സെക്യൂർഡായി. ഈ പടത്തിൽ കാണുന്ന മഹതി ഇപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് അസുഖം ഇല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കാണാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അവരുടെ നന്ദി, നമുക്ക് നന്ദിയല്ല, ഒരാൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ റിവാർഡ്. Mount Zion Medical College Hospital, Adur, Pathanamthitta.